നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെയും എക്സിറ്റ് പോൾ ഏജൻസികളുടെയും ഒക്കെ കണക്ക് കൂട്ടലുകളെ കാറ്റിൽ പറത്തിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. 2014-ലും 2019-ലും 25 സീറ്റുകളും ബി.ജെ.പിക്ക് സമ്മാനിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഇത്തവണ അവിടെ ബി.ജെ.പിക്ക് ലഭിച്ചത് വെറും 14 സീറ്റുകൾ മാത്രമാണ്. മൂന്നാം വട്ടവും മോദി അധികാരത്തിലേറി എങ്കിൽ പോലും എവിടെയൊക്കെ എന്തുകൊണ്ട് പിന്നോട്ട് പോയി, എന്തുകൊണ്ട് അടിപതറി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും പാർട്ടി വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടുമില്ല. ഡിസംബറിൽ സംസ്ഥാനത്ത് ബി.ജെ.പിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിച്ച ജനങ്ങൾ തന്നെയാണ് 4 മാസത്തിനിപ്പുറം പാർട്ടിയെ ഭയപ്പെടുത്തിയിരിക്കുന്നത്. 9.83% വോട്ടുകളുടെ കുറവാണ് രാജസ്ഥാനിൽ ഇത്തവണ ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത്. രാജസ്ഥാനിലെ തിരിച്ചടിക്ക് കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ അമിത ആത്മവിശ്വാസമാണ് എന്നാണ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള പറച്ചിൽ. സംസ്ഥാന വികാരം മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പിന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്ത കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുകൂടി അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളായ, അനുഭവ സമ്പത്തുള്ള നേതാക്കളായ വസുന്ധര രാജെ സിന്ധ്യ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. പക്ഷെ അവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് മോദി സംസ്ഥാനത്ത് നീക്കങ്ങൾ നടത്തിയത്. ഇതിൽ വസുന്ധരയും കൂട്ടരും അസ്വസ്ഥരായിരുന്നു എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2019-ൽ ജനക്ഷേമ പദ്ധതികളുമായി ജനമനസ്സിൽ നിറഞ്ഞു നിന്ന അശോക് ഗെഹ്ലോട്ട് ഉയർത്തിയ വെല്ലുവിളി പോലും മറികടന്നുകൊണ്ടാണ് വസുന്ധര രാജെ സിന്ധ്യ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ബി.ജെ.പി വിജയം കൊയ്തത്. കഴിഞ്ഞ 2 ദശകമായി സംസ്ഥാനത്ത് വസുന്ധര രാജെ സിന്ധ്യയെ മുന്നിൽ നിർത്തി പോരാട്ടം നയിച്ച പാർട്ടി ഇക്കുറി അവരെ വെറും സ്ഥാനാർത്ഥിയാക്കി ഒതുക്കുകയായിരുന്നു. ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയതുമില്ല. പുതുമുഖമായ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചതോടുകൂടി ബി.ജെ.പി കൃത്യമായ ഒരു സന്ദേശം വസുന്ധര രാജെ സിന്ധ്യയ്ക്ക് നൽകിയിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കടിഞ്ഞാൺ കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിലാണ് എന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ രംഗത്തുൾപ്പെടെ കൈമൈ മറന്ന് കളത്തിലിറങ്ങിയ നേതാവാണ് വസുന്ധര രാജെ സിന്ധ്യ. മാത്രമല്ല അവർ ജാട്ട്, രജപുത്, ഗുജ്ജർ സമുദായങ്ങൾക്ക് പ്രിയങ്കരിയുമാണ്. പക്ഷേ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള രാജസ്ഥാനിൽ വസുന്ധര രാജെ സിന്ധ്യ പ്രചരണ രംഗത്തുൾപ്പെടെ സജീവമായിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ യെദ്യൂരപ്പയെ മാറ്റി നിർത്തിയപ്പോൾ സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് രാജസ്ഥാനിലും ആവർത്തിച്ചിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും വളരെ സജീവമാണ്. നേതൃമാറ്റം മുതൽ ഇടഞ്ഞ നേതാക്കളെ അനുനയിപ്പിക്കൽ വരെ മോദിയുടെ അജണ്ടയിലുണ്ട് താനും. സംസ്ഥാന ഭരണം കയ്യിലുണ്ട് എങ്കിൽ പോലും വസുന്ധര രാജെ സിന്ധ്യയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ പിണക്കുന്നത് പാർട്ടിയുടെ അടിവേരിളക്കും എന്ന കാര്യം ഇപ്പോൾ കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.